ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും വിവിധ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും ഈ കാലയളവിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പഠിച്ചെടുക്കാൻ നോക്കിയാലോ. ജൂലൈ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഈ ആക്ടിലൂടെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ രൂപപ്പെടുന്നു. ഒക്ടോബർ 1947 പാകിസ്ഥാൻ ഇന്ത്യയെ കശ്മീരിനെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് കശ്മീർ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഒപ്പുവെക്കുകയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. ഫെബ്രുവരി 1948 ഗുജറാത്തിലെ ജുനഗഡ് എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് പ്ലെബിസൈറ്റിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറുന്നു. ജൂൺ 1948 ആദ്യമായിട്ട് സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു, ദർ കമ്മീഷൻ. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ മാത്രമാവരുത് സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നാണ് ദർ കമ്മീഷന്റെ നിർദ്ദേശം. സെപ്റ്റംബർ 1948 ഓപ്പറേഷൻ പോളോയിലൂടെ ഒരു പോലീസ് ആക്ഷൻ നടത്തിക്കൊണ്ട് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നു. ഡിസംബർ 1948 JVP കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയ ആളുകൾ നേതൃത്വത്തിലുള്ള JVP കമ്മിറ്റി സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നു. അവരും ഭാഷാടിസ്ഥാനത്തിൽ മാത്രമാവരുത് സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് ഉറപ്പിച്ചു പറയുന്നു. ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ 4 തരത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി സ്റ്റേറ്റ്സ്. ഇതിലെ പാർട്ട് എ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രൊവിൻസുകളായിരുന്നു. പാർട്ട് ബി എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. പാർട്ട് സി എന്ന് പറയുന്നത് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളും ചെറിയ നാട്ടുരാജ്യങ്ങളും അടങ്ങിയതായിരുന്നു. പാർട്ട് ഡി എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആയിരുന്നു. തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് OT ശ്രീരാമല്ലു എന്ത് ചെയ്യുന്നു, സമരം നടത്തി മരണപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഒക്ടോബർ 1953 ഫോർമേഷൻ ഓഫ് ആന്ധ്ര സ്റ്റേറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആന്ധ്ര എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് അല്ല. ആന്ധ്രാപ്രദേശ് ഫോം ചെയ്യുന്നത് 1956 മാത്രമാണ്. OT ശ്രീരാമല്ലു മരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്ധ്ര സ്റ്റേറ്റ് രൂപീകരിക്കുന്നത്. അതേ വർഷം തന്നെ ഡിസംബർ 1953 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഫസൽ അലി കമ്മീഷനെ നിയോഗിക്കുന്നു. അതിന്റെ മറ്റംഗങ്ങളായിരുന്നു KM മുൻഷി, HN കുൻസ്രു തുടങ്ങിയവർ. നവംബർ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നു. അതിലൂടെ 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.